ഞങ്ങൾ സർക്കാരിന് കാശ് കിട്ടുമെന്ന് പറയുമ്പോൾ മദ്യമാണല്ലോ. ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന ആരാ? ഒരു കണക്ക് വെറുതെ സ്ത്രീകളാ. അത് പുറത്തു വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തിയതിനു പിന്നാലെ ആ പദ്ധതി നടപ്പിലാക്കുന്ന ദിവസം പ്രതിഷേധിക്കാനായിരുന്നു മെൻസ് അസോസിയേഷന്റെ തീരുമാനം. ബസ് തടഞ്ഞു നിർത്തി, ഈ ഓർഡിനറി ബസ്സുകൾ, സൗജന്യ യാത്രയുള്ള ഓർഡിനറി ബസ്സുകൾ തടഞ്ഞു നിർത്തി അവയിൽ കയറി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാനായിരുന്നു മെൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവസാന ഘട്ടത്തിൽ ഈ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായി. അതിനുശേഷം പ്രതിഷേധം ഒഴിവാക്കാനാണ് ഇപ്പോൾ മെൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അജിത് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രതിഷേധിക്കാനായിരുന്നു തീരുമാനിച്ചത്, പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായി. പ്രതിഷേധം മാറ്റിവെച്ചോ? തീർച്ചയായിട്ടും അദ്ദേഹം ഇന്നലെ ഈ പ്രസ്താവന എന്തെങ്കിലും നടത്തിയിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇന്ന് വരില്ലായിരുന്നു. പക്ഷേ എല്ലാ മാധ്യമങ്ങളെ അറിയിച്ചു. നമ്മുടെ കാസർഗോഡ് നിന്ന് വരെ നമ്മുടെ മെമ്പർമാർ ഇവിടെ വന്നു. അവരെല്ലാം സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ അപ്പുറത്തോട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ മാത്രം നിലവിൽ ഇതൊരു നമ്മുടെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഇതിൽ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ചില പ്രസ്താവനകൾ നമുക്കത് ശരിയായിട്ടില്ല. കാരണം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മെൻസ് അസോസിയേഷന്റെ എന്താ പറയുക പ്രതിഷേധം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങിയത് തന്നെ. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. അദ്ദേഹത്തോട് ബഹുമാനം തോന്നുന്നു, ആദരവ് തോന്നുന്നു. അപ്പോൾ തന്നെ ഞാൻ അതിന് നമ്മുടെ പേജിലിടുകയും അദ്ദേഹത്തോടുള്ള ആദരവ് ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇനിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഒരു വിയോജിപ്പുള്ളൊരു കാര്യം, പുരുഷന്മാർക്ക് ബസ് ടിക്കറ്റിൽ ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കാശ് വീട്ടിലെത്തില്ല എന്നൊരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞു. അതൊരു ഖേദകരമാണ്. നമ്മുടെ പുരുഷന്മാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ, ഒരു ചായ കുടിച്ചാൽ എൻ്റെ ഭാര്യയും മക്കൾക്കും അത് കുറവായി പോകുമെന്ന് കണ്ട് അവർ അതുപോലും ചായ പോലും കുടിക്കാതെ വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയുടെ കയ്യിൽ കാശ് കൊടുക്കുന്ന എത്രയോ പുരുഷന്മാരുണ്ട്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് നടുവൊടിഞ്ഞു പോകുന്ന മനുഷ്യൻ വീട്ടിലേക്കുള്ള പാലും, ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമായി പറയുന്നത് പാലുൾപ്പെടെയുള്ള നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ച് പാഴ്സലാക്കി കൊണ്ടുപോകുന്ന പിതാക്കന്മാരെ, അപ്പന്മാരെ, ഭർത്താക്കന്മാരെയാണ് അദ്ദേഹം ഒരു എന്താ പറയാ തെറ്റായിട്ട് മദ്യപിച്ചു എന്ന് പറയുന്നില്ല, മദ്യപാനമാണ് ഉദ്ദേശം മദ്യപാനം. കാരണം സർക്കാരിന് കാശ് കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ സർക്കാരിന് കാശ് കിട്ടുമെന്ന് പറയുമ്പോൾ മദ്യമാണല്ലോ. ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന ആരാ? ഒരു കണക്ക് വെറുതെ സ്ത്രീകളാ. അത് പുറത്തു വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കോളേജ് പെൺകുട്ടികൾക്ക് 1000 രൂപ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഈ കാശ് എങ്ങോട്ടാ പോകുന്നത്? സർക്കാരിലേക്ക് തന്നെ പോകും. ആ ഒരു പ്രസ്താവനയിൽ കുറച്ച് പ്രശ്നമുണ്ട്. അതിലൊരു വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഈ നമ്മുടെ മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞു തുടങ്ങിയ ആ പ്രസ്താവനയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ആദരവും ബഹുമാനവുമുണ്ട്. അദ്ദേഹം ഞാനിതാ ഇന്ന് തന്നെ ഒരുപക്ഷെ നിവേദനം കൊടുക്കും. നിവേദനമെല്ലാം തയ്യാറാക്കി വെച്ചേക്കുക. അപ്പോൾ അതിന്റെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കുന്നു. കാര്യം നമ്മളുടെ ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് KSRTC ബസ്സിൽ പുരുഷന്മാർക്ക് സീറ്റ് സംവരണം വേണമെന്നുള്ളതാണ്. അത് ഒത്തിരി നാളായിട്ട് ഞങ്ങൾ പറയുന്നതാണ്. മെൻസ് കമ്മീഷൻ ഇവിടെ നടപ്പിലാക്കണം എന്നുള്ളതാണ്. പിന്നെയുള്ളത് 60 വയസ്സിന് ശേഷം സ്ത്രീകൾക്ക് ഫ്രീ കൊടുക്കേണ്ടെന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കൊടുത്തോളൂ, പക്ഷേ എല്ലാ സ്ത്രീകളും എന്ന് പറഞ്ഞതാണ് തെറ്റായി പോയത്. ആ എല്ലാ സ്ത്രീകളും വേണ്ട. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ട്, IT മേഖലയിലുണ്ട്. അവർക്കൊന്നുമല്ല കൊടുക്കേണ്ടത് സാധാരണക്കാരിൽ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഈ ഇതൊക്കെ എത്തണം. അവരിലേക്കാണ് പോകേണ്ടത്. ഇനിയിപ്പോൾ എന്താ നിങ്ങളുടെ തീരുമാനം? ഇനിയുള്ള തീരുമാനം ഞങ്ങൾ മറ്റുള്ളവരെ എല്ലാം ഒഴിവാക്കി, നമ്മുടെ പ്രതിഷേധത്തിൽ വിളിച്ചു വരുത്തിയ പുറത്തുനിന്ന് വന്നവരെ എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മുടെ മെമ്പർ കമ്മിറ്റി അംഗങ്ങൾ മാത്രം, അവരെ മാത്രം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും എന്നാൽ മുഖ്യമന്ത്രിയോട് അനുഭാവം പ്രകടിപ്പിക്കുകയും ഈ KSRTC ബസ് തടയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തടയുന്നത് ഒഴിവാക്കി കൈകാണിച്ച് നിർത്തി ഈ പ്രിയദർശിനി ബസ്സിൽ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യും. എന്തായാലും പ്രതിഷേധം അവർ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ ചെറിയ വിയോജിപ്പ് മെൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബസ് തടഞ്ഞു നിർത്തുന്നതിന് പകരം സമാധാനപരമായി തന്നെ ഒരു പ്രതിഷേധത്തിലേക്ക് അവർ കടക്കുന്നത്, ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ഷിബു ചെടിച്ചേരിക്കൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.